സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വാർത്ത ദുഃഖമുള്ളതാണ്. പാഠഭേദത്തിൽ സാധാരണയായിട്ട് പറയുന്നതിൽ നിന്നും വ്യത്യസ്തമാകുന്ന ചില കാര്യങ്ങൾ. ഇന്ന് ഏറ്റവും ദുഃഖമുള്ള ദിവസമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് തെറ്റില്ല. ഈ ആഴ്ചത്തെ പാഠഭേദത്തിൽ പ്രേക്ഷകരുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ച കുറേ സബ്ജക്ട്സ് ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിവെച്ചു. എല്ലാവർക്കും സങ്കടമുള്ള ദിവസങ്ങൾ. ബോംബെയിൽ ഇന്ന് ഭയങ്കര മഴയായിരുന്നു. മഴയായിട്ട് റെഡ് അലേർട്ടായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി കൊടുത്തു. ഡോണമോൾ കോളേജിലെത്തിയ ശേഷമാണ് അവധി ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത്. 2 മണിക്കൂർ യാത്ര ചെയ്താണ് അവിടെ എത്തിയത്. ഡോണമോളെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ എനിക്കൊരു കോൾ വരുന്നു. എൻ്റെ ഒരു സ്നേഹിതൻ, കർത്താവിൻ്റെ ദാസൻ രഘുനാഥൻ പാസ്റ്ററാണ്. അദ്ദേഹം ചോദിച്ചു, ഉണ്ണികൃഷ്ണൻ ബ്രദറിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞോ? വാസ്തവമാണോ? വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത. സഹിക്കാനാകാത്ത ഒരു സങ്കടമായിരുന്ന അനുഭവമായിരുന്നു. ഒരു സഹോദരനെ പോലെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്നേഹിച്ച പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരൻ ഉണ്ണികൃഷ്ണൻ ബ്രദർ, അതിശക്തി പറയല്ല, ആസാദി ചാനലിലൂടെ ഞങ്ങൾ ടെസ്റ്റിമണീസ് പറയാൻ ആരംഭിക്കുന്നതിനൊക്കെ മുമ്പേ ഉണ്ണികൃഷ്ണൻ ബ്രദർ ഞങ്ങളുമായിട്ടൊരു നല്ല ബന്ധമുണ്ടായിരുന്നു. എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യ ചുവടുകൾ വെക്കുമ്പോൾ, താനെ പരസ്യോഗത്തിനൊക്കെ സംസാരിച്ച് തുടങ്ങുമ്പോൾ, സാൻഡി ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഈ ബ്രദർ കൂടെ പഠിച്ചതാണ്, അത്ഭുതം തോന്നുന്നു അദ്ദേഹം യേശുവിനെ പ്രസംഗിക്കുന്നത് കാണുമ്പോൾ. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ ബ്രദറിനെ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. പിന്നീട് ഒരു ദിവസം അദ്ദേഹം എന്നെ ഫോൺ ചെയ്തു. എന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, പ്രാർത്ഥിച്ചു, ഫോണിലൂടെ പ്രാർത്ഥിച്ചു. ശുശ്രൂഷയെക്കുറിച്ച് ദൈവം എനിക്ക് നൽകിയ നിയോഗം പോലെ ചില ദൂതുകൾ പറഞ്ഞു. അന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യം, ചില മാസങ്ങൾ ആരും അറിയാതെ ഒളിച്ചിരിക്കണം. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പുറത്തു വരാനൊരു സമയമുണ്ട്, എക്സ്പോസ് ആകുവാനും ശുശ്രൂഷയിൽ ഉപയോഗിക്കപ്പെടുവാനൊരു സമയമുണ്ട്. ചില മാസങ്ങൾ വേർതിരിച്ച് ഒറ്റയ്ക്കിരുന്ന് ദൈവശക്തി പ്രാപിക്കണം. ഏതാണ്ട് 6 മാസത്തോളം അങ്ങനെ കഴിഞ്ഞുപോയി. 6 മാസത്തിന് ശേഷം ഉണ്ണികൃഷ്ണൻ ബ്രദർ എന്നെ വിളിച്ചു. എന്നോട് വിളിച്ച്, പാസ്റ്റർ പറഞ്ഞതുപോലെ ഒറ്റയ്ക്കിരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, പുറത്തു വരാനുള്ള സമയമായി. പ്രേക്ഷകർക്കറിയാം, ആസാദി ചാനലിലൂടെ ഉണ്ണികൃഷ്ണൻ ബ്രദറിൻ്റെ ടെസ്റ്റിമണി നമ്മൾ ടെലികാസ്റ്റ് ചെയ്തു. അനേകർക്ക് അത് അനുഗ്രഹമായി. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു ബ്രേക്ക് ത്രൂ ആയി. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് ഞങ്ങളുടെ ഇടയിലൊരു പ്രത്യേക സാഹോദര്യമുണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹം എന്നെ വിളിച്ചിട്ട്, പാസ്റ്ററെ, ചാനൽ പാസ്റ്റർ വളരെ ശ്രദ്ധിക്കണം. ആസാദി ചാനലിനെ കുറിച്ച് ദൈവമക്കളുടെ ഇടയിലൊരു മതിപ്പുണ്ട്, അതുകൊണ്ട് കൊണ്ടുവരുന്ന സാക്ഷ്യങ്ങളൊക്കെ അപ്രകാരമുള്ളതായിരിക്കണം എന്നൊക്കെ എപ്പോഴും ഉപദേശിക്കുന്ന, എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്നേഹം ആസാദിയോട്, ഞങ്ങളോടൊക്കെ ഒരു പ്രത്യേക സ്നേഹമുള്ള ഒരു സഹോദരനെ പോലെ ഞങ്ങൾ സ്നേഹിച്ച പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ ബ്രദർ. അദ്ദേഹം വേർപെട്ടു പോയെന്നുള്ള വാർത്ത പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ആകരുത് എന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചു പോയ സമയങ്ങൾ. അതിനുശേഷം പലരും എന്നെ വിളിച്ചു. ആസാദിയുടെ പ്രേക്ഷകരിൽ പല ദൈവദാസന്മാരും വിളിച്ചു. കാരണം ആസാദി ചാനലിലൂടെയാണ് അനേക ഉണ്ണികൃഷ്ണൻ ബ്രദറിനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. അവരൊക്കെ പറഞ്ഞൊരു കാര്യം, അവരിൽ പലരും ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പ്രിയ ഉണ്ണികൃഷ്ണൻ ബ്രദറിനോട് സംസാരിച്ചിരുന്നു. നമുക്ക് ഈ അടുത്ത ദിവസം സാക്ഷ്യം പറയാൻ വരുന്ന ദേവദാസൻ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ 2 ദിവസം മുമ്പ് അവരൊന്നിച്ച് ശുശ്രൂഷിച്ചിരുന്നു. എല്ലാവർക്കും പറയാനുള്ളത്, നല്ല മനസ്സുള്ള, ആത്മാർത്ഥമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്ത ഒരു ദൈവദാസൻ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന, ആസാദിയുടെ വളർച്ച ഉയർച്ചയെ ആഗ്രഹിക്കുന്ന, അങ്ങനെ പ്രാർത്ഥിക്കുന്ന, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന
ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് റെഫറൻസ് നമ്പറൊക്കെ തന്നിട്ടുള്ള ഒരു ദൈവദാസൻ. 2 മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹവുമായിട്ട് ഞാൻ അവസാനമായിട്ട് സംസാരിക്കുന്നത്. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ഫോണിലൂടെ പരസ്പരം ബലപ്പെടുത്തി പ്രാർത്ഥിച്ചു. നാട്ടിലെന്തെങ്കിലും വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ദൈവനിയോഗം മറ്റൊന്നായിരുന്നു. കുറേ കാര്യങ്ങൾ, കുറേ ചോദ്യങ്ങൾ, നമുക്കുത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങൾ. പാഠഭേദത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനുസ്മരണം ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കൂടിയാണ്. ദൈവം തന്ന ഒരു വെളിച്ചം, ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാനാണ്. എന്തുകൊണ്ടാണ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ദൈവദാസന്മാർ വേഗത്തിൽ ഇങ്ങനെ പലരും നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടിട്ടുള്ളത്? ഇതുപോലെ തന്നെ നമ്മുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു മരണമായിരുന്നു നാബിൽ ഖുറേഷിയുടെ മരണം. ഞാൻ അള്ളയെ അന്വേഷിച്ചു, യേശുവിനെ കണ്ടെത്തി എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ, ലോകം മുഴുവൻ പ്രശസ്തനായി തീർന്ന ഒരു വലിയ ശക്തനാകുന്ന ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സായി മാറിയ നാബിൽ ഖുറേഷി ക്യാൻസറിൻ്റെ കരാളഹസ്തത്തിന് കീഴടങ്ങിയപ്പോൾ പ്രത്യാശയോടുകൂടിയാണ് പോയത്. എങ്കിൽ പോലും 30കളിൽ ഈ ലോകം വിട്ടുപോയ ആ ദൈവമകനെ ഓർത്ത് നമ്മളൊക്കെ വേദനിച്ചു. നമ്മൾ ചോദിച്ചു, എന്തുകൊണ്ട് കുറച്ചുകൂടെ ആയുസ് കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ എത്രയോ ദൈവദാസന്മാർ കാലമാകുന്നതിന് മുമ്പേ യജമാനൻ വിളിച്ചു ചേർത്ത, യജമാനൻ്റെ പൂന്തോട്ടത്തിലെ യജമാനന് ഏറ്റവും ഇഷ്ടമുള്ള നല്ല പുഷ്പങ്ങൾ. എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെക്കാൾ അവരൊക്കെ നല്ലതായിരുന്നു. അതുകൊണ്ടായിരിക്കാം കർത്താവ് അവരെ വേഗത്തിൽ തൻ്റെ അടുക്കിലേക്ക് ചേർത്തതെന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നാം കണ്ടെത്തുവാൻ ശ്രമിക്കുക മാത്രമാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഇപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുകയില്ല. എന്നാൽ ഒരിക്കൽ നാം നിത്യത്തിലെത്തുമ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരം നമുക്കുണ്ടാകും. എൻ്റെ പിതാവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തനിക്കുണ്ടായ രോഗങ്ങളെക്കുറിച്ച്, പീഡാനുഭവങ്ങളെക്കുറിച്ചൊക്കെ, നമ്മുടെ ഭാഷയിൽ മറുപടിയില്ലാത്ത പ്രാർത്ഥനകളെക്കുറിച്ചൊക്കെ ഇന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരിക്കൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ എനിക്കെല്ലാം അറിയുവാൻ കഴിയും. ചിലരൊക്കെ പറയും, അന്ന് ഞാൻ കർത്താവിനോട് ചോദിക്കും. എൻ്റെ പിതാവ് പറഞ്ഞു, അന്ന് ചോദിക്കേണ്ട ആവശ്യം എനിക്ക് വരില്ല, ഞാൻ അവനെ പോലെയാകും. ഇന്നുള്ള എൻ്റെ ബുദ്ധിയും അറിവുമല്ല, അന്ന് എനിക്ക് ചോദിക്കാതെ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കത്തക്കവണ്ണം എൻ്റെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് താനായി തന്നെ ഉത്തരം പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട്. എല്ലാ ഉത്തരങ്ങളും അന്ന് നമുക്ക് കിട്ടും. എന്നാൽ ദൈവമക്കൾക്ക് അറിഞ്ഞിരിക്കേണ്ട, വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ചില ഉത്തരങ്ങൾ, ചില നിരീക്ഷണങ്ങൾ പാഠഭേദത്തിലൂടെ പങ്കുവെക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. കഴിഞ്ഞ ഒരാഴ്ചയായി കൃത്യമായി പറഞ്ഞാൽ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഹൈ പ്രൊഫൈലായിട്ടുള്ള VIPs? ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി. വിവിധ തരത്തിലുള്ള പ്രൊട്ടക്ഷനെ കുറിച്ച്. SPG സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പാണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്കാണ് ഇന്ന് നിലവിൽ ഇന്ത്യയിൽ SPG പ്രൊട്ടക്ഷൻ ഉള്ളത്. എന്നാൽ SPGയുടെ വെബ്സൈറ്റ് പറയുന്നത് പ്രധാനമന്ത്രിമാർക്കും മുൻ പ്രധാനമന്ത്രിമാർക്കും അവരുടെ ഇമ്മീഡിയറ്റ് കുടുംബാംഗങ്ങൾക്കുമാണ് SPG പ്രൊട്ടക്ഷൻ ഉള്ളത്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ അങ്ങനെയുള്ള മുൻ പ്രധാനമന്ത്രിമാർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ SPG പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല. നരേന്ദ്രമോദിക്ക് മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ SPG പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. 500 കോടിയിലധികമാണ് ഒരു വർഷത്തെ വാർഷിക ബഡ്ജറ്റ്. SPGയുടെ വാർഷിക ബഡ്ജറ്റ് 500 കോടിയിലധികം രൂപ എന്തുകൊണ്ട് മുടക്കുന്നു? കാരണം വളരെ പ്രധാനപ്പെട്ട ആളുകളെ സംരക്ഷിക്കേണ്ടത് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട്. പിന്നെ Z+ കാറ്റഗറി, Z കാറ്റഗറി, X കാറ്റഗറി, ഇങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? Z+ കാറ്റഗറിയുള്ള രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകളുടെയൊക്കെ പിന്നിൽ നിൽക്കുന്ന ആ ഒരു കമാൻഡോസ്, അവരുടെ കണ്ണുകൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്.
പൊട്ടൻഷ്യലായിട്ടുള്ള ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ, ഒരു അൺയൂഷ്വൽ മൂവ് ഉണ്ടായാൽ അവരുടെ കയ്യും മെയ്യും എല്ലാം ഒരേ സമയത്ത് അവർ വിജിലൻ്റാണ്, അവർ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ട്രംപിനുണ്ടായ അനുഭവം നിങ്ങൾക്കറിയാമോ? ഒരു മനുഷ്യൻ ഏണി വെച്ച് ആ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് കയറുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അവിടെ പോലീസ് അല്ലെങ്കിൽ കമാൻഡോ ഓഫീസേഴ്സ് അവിടെ ഓടിയെത്തി. 45 സെക്കൻഡിനുള്ളിൽ തന്നെ ആ മനുഷ്യനെ കീഴടക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിനു മുമ്പ് തന്നെ അയാൾ പിടിക്കപ്പെടുന്നതിന് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മുമ്പ് തന്നെ അദ്ദേഹം വെടിയുതിർക്കാൻ തുടങ്ങിയിരുന്നു. ശ്രദ്ധിച്ച കാര്യം എന്താണെന്നറിയാമോ? ഒരു ഇമ്പോർട്ടൻ്റ് ഹൈ പ്രൊഫൈൽ ഒരു VIP അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏത് കാറ്റഗറിയിലുള്ള പ്രൊട്ടക്ഷൻ ആകട്ടെ, അവരെപ്പോഴും വിജിലൻ്റാണ്. അവരുടെ കണ്ണുകൾ ഇങ്ങനെ ചുറ്റും നടക്കുകയാണ്. ഈ അനുഭവങ്ങളിൽ നിന്ന് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ചിന്ത ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളുമായി, പ്രത്യേകിച്ചും ആത്മീക ശുശ്രൂഷയിൽ നിൽക്കുന്ന ദൈവദാസന്മാരുമായി പങ്കുവെക്കാം. ഞാൻ കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ ഞങ്ങളുടെ ചർച്ചിൽ ഇത് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ഹൈ പ്രൊഫൈൽ ഒരു VIP പോകുന്ന വഴിയിൽ അദ്ദേഹം പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ സെക്യൂരിറ്റി ചെക്കിങ് തുടങ്ങും. ആ വഴിയിൽ എന്തെങ്കിലും അൺയൂഷ്വൽ മൂവ്മെൻ്റ് ഉണ്ടോ അത് ശ്രദ്ധിക്കാൻ ആളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഹനം വ്യൂഹം കടന്നു പോകുമ്പോൾ വലിയ സെക്യൂരിറ്റിയുടെ നടുവിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അല്പം പോലും അശ്രദ്ധയില്ല, വിജിലൻ്റ് ആയിരിക്കുന്നു, ജാഗ്രതയോടുകൂടിയായിരിക്കുന്നു. കഴിഞ്ഞ വീക്കിൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, വ്യക്തിപരമായി ഞാനത് ഏറ്റെടുക്കുകയും ചെയ്തു. വാഹനം ഓടിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം. ലോകത്തിൽ VIP-കളായിട്ടുള്ള ആളുകളെക്കാൾ അധികമായി ആത്മാമണ്ഡലത്തിൽ ഇൻ സ്പിരിച്വൽ റലം വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് ഓരോ ദൈവമക്കളും, പ്രത്യേകിച്ചും ആത്മിക ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ. ആത്മമണ്ഡലത്തിൽ കർത്താവിൻ്റെ സ്ഥാനാപതിയാണ്. അതിലും വലിയ ഒരു VIP തന്നെയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അദൃശ്യ ലോകത്തിനറിയാം, സാത്താന്യ മണ്ഡലത്തിനറിയാം നിങ്ങളാരാണെന്നുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ദൈവം എന്നെ പഠിപ്പിച്ചൊരു പാഠം, ഏത് യാത്രയാണെങ്കിലും ഏറ്റവും ശ്രദ്ധയോടുകൂടെ വണ്ടി ഓടിക്കുക. ഏത് യാത്രയാണെങ്കിലും പ്രാർത്ഥിച്ച് വിവേചിച്ച് ഓരോ ചുവടുകൾ മുമ്പിലേക്ക് വെക്കുക. ദൈവമക്കളുടെ ശക്തമായ പ്രാർത്ഥനാ സപ്പോർട്ട് എല്ലാ ദൈവദാസന്മാർക്കും വേണം. അവരുടെ ഓരോ ചെറിയ മൂമെൻറ്റിലും ഈ ഒരു VIP കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ പോലെ ഉള്ള ഒരു ജാഗ്രത ഉണ്ടാകണം. ഇത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാനത് ശ്രദ്ധിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥനയോടുകൂടി തന്നെ യാത്ര ചെയ്യണം. അത് ഏത് വാഹനത്തിൽ യാത്ര ചെയ്താലും പ്രാർത്ഥനയോടുകൂടെ തന്നെ യാത്ര ചെയ്യണം. സ്വന്തമായി വാഹനം ഓടിച്ചാലും അല്ല, മറ്റൊരാളാണ് ഓടിക്കുന്നതെങ്കിലും നമ്മുടെ കുഴപ്പം കൊണ്ടല്ല. ഉണ്ണികൃഷ്ണൻ ബ്രദറിന് സംഭവിച്ചത് എന്താണെന്ന് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അദ്ദേഹം ഇളമ്പലിൽ വെച്ച് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് വന്ന ഒരു കാറ്, അതും പുതിയ കാറാണ്, രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിട്ടില്ല, ടെമ്പററി രജിസ്ട്രേഷൻ. നിങ്ങളെ ഫോട്ടോയൊക്കെ കണ്ടാൽ അറിയാം. റെഡ് കളറിലുള്ള ആ നമ്പർ പ്ലേറ്റിൽ ഒട്ടിച്ചിരിക്കുന്ന ടെമ്പററി രജിസ്ട്രേഷൻ ശ്രദ്ധയപ്പെടും. അതുപോലെ തന്നെ ഒരു പൂമാലയൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം പുതിയ വണ്ടി, അത് പൂജയൊക്കെ ചെയ്ത് എടുത്ത വണ്ടിയാണ്. അങ്ങനെ ഒരു പുതിയ വണ്ടി, 2 ദിവസം മാത്രമേ ആയുള്ളൂ. ആ വണ്ടി മറ്റു വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്ത് റോങ് സൈഡിൽ വന്ന് ഈ പറഞ്ഞ ദൈവദാസനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ് ചെയ്തത്. ആ ബൈക്കിൻ്റെ അവസ്ഥ കണ്ടാൽ നമുക്കറിയാം, കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഫ്രണ്ട് സൈഡ് തകർന്നു പോയിരിക്കുന്നു. നമ്മുടെ കുറ്റം കൊണ്ടാകണമെന്നില്ല അപകടങ്ങൾ സംഭവിക്കുന്നത്. മറ്റൊരാളുടെ പിഴ, മറ്റൊരാളുടെ തെറ്റ്. പിശാച് അങ്ങനെ വ്യക്തികളെ നമുക്കെതിരെ, ദൈവമക്കൾക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ ഉപയോഗിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ള സത്യം നമ്മൾ മറന്നു പോകല്ലേ. ആദർശ മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. എൻ്റെ ഒരു വിശ്വാസം പറയാം, എല്ലാ ദൈവദാസന്മാരും അവർക്കെതിരെ നാം കാണുന്ന മേഖലയിൽ നിന്ന് മാത്രമല്ല, കാണാത്ത മേഖലയിൽ നിന്ന്, അദൃശ്യ ലോകത്തിൽ നിന്ന് ഏത് നിമിഷവും ആക്രമണങ്ങളുണ്ടാകാം. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ നാം പഠിക്കേണ്ടത്. അങ്ങനെ മരിക്കുന്നവർ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസമാണ് കേട്ടോ, അവരും
ടാർഗറ്റ് ചെയ്യപ്പെട്ടത്, ആക്രമിക്കപ്പെട്ടത് എങ്ങനെ? ഒരു വാഹനാപകടമാകാം, അല്ലെങ്കിൽ ഒരു രോഗമാകാം. അങ്ങനെ ആക്രമിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ അവരുടെ വിശ്വാസം ഒരു കാരണമാണ്. നാബിൽ ഖുറേഷി ക്യാൻസർ വന്നാണ് മരിച്ചത്. ഉണ്ണികൃഷ്ണൻ ബ്രദർ വാഹനാപകടത്തിൽ നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, അവരൊക്കെ സാത്താൻ, പിശാച് ടാർഗറ്റ് ചെയ്ത് ഇല്ലായ്മ ചെയ്ത ക്രിസ്തുവിൻ്റെ രക്തസാക്ഷികളാണ്. ഏതെങ്കിലും ഒരു സുവിശേഷ വിരോധിയുടെ കയ്യിൽ മരിക്കുന്നത് മാത്രമല്ല രക്തസാക്ഷിത്വം. അദൃശ്യ ശക്തികളുടെ ആക്രമണത്തിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത സംഭവങ്ങളിലൂടെ മരിക്കുന്നതും രക്തസാക്ഷിത്വമാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പാഠഭേദത്തിൽ പല പ്രാവശ്യം ഞാൻ പ്രതിപാദിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇന്ന് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ ബ്രദറുടെ മരണം അതിനൊരു കാരണമായി, നിമിത്തമായി തീർന്നുവെന്ന് മാത്രം. പണ്ട് ഞാൻ എഴുതിയ ഒരു പാഠഭേദത്തിൻ്റെ ചില വരികൾ ഞാൻ വായിച്ച് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. വളരെ വലിയൊരു പാഠഭേദമാണ്. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. ആ കാലഘട്ടത്തിൽ കുറേ ദൈവദാസന്മാരുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടപ്പോൾ, അവർ മരിച്ചപ്പോൾ, അതിനെക്കുറിച്ച് ദൈവം തന്ന ചില കാഴ്ചപ്പാടുകൾ, എന്തുകൊണ്ട് ദൈവദാസന്മാർ അപകടത്തിൽ മരിക്കുന്നു എന്നതിനെക്കുറിച്ച് പാഠഭേദത്തിൽ എഴുതിയ ചില വാക്കുകളാണ് വായിക്കുന്നത്. ഇങ്ങനെ നമുക്ക് വായിച്ചു തുടങ്ങാം. ഈ പ്രത്യേക ദൈവദാസനും, ആ പഴയ പേരുകൾ ഞാൻ ആവർത്തിച്ച് വായിക്കുന്നില്ല, അദ്ദേഹവും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. ഗുരുതരമായ പരിക്കുകൾ ഉള്ളതായി അറിയുന്നു. 2-3 പേരുടെ പേരുകൾ ആദ്യം ഞാൻ സൂചിപ്പിച്ച ശേഷം എഴുതുകയാണ്. എന്താ ഇത്? ആരോ തിരഞ്ഞ് പിടിച്ച് വേട്ടയാടുന്നത് പോലെ. ആരാണ് ആ വേട്ടക്കാരൻ? അന്ന് പറഞ്ഞതുപോലെ ഇന്നും പറയുകയാണ്, പ്രാർത്ഥിക്കണം. യുദ്ധകളത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടി, അവരുടെ ആയുസ്സിനു വേണ്ടി, ആരോഗ്യത്തിനു വേണ്ടി നാം പ്രാർത്ഥിച്ചാൽ വേട്ടക്കാരൻ്റെ വല പൊട്ടി പക്ഷി പറന്നു പോകുന്നത് പോലെ അവരുടെ പ്രാണൻ കെണി പൊട്ടി പുറത്തു വരും. MD വാസുദേവൻ നായർ മരണത്തെ രംഗബോധമില്ലാത്ത കോമാളി എന്നാണ് വിളിച്ചത്. 90 വയസ്സെത്തിയ മുതുമുത്തച്ഛൻ മരണത്തെ കാത്ത് വർഷങ്ങൾ കിടക്കുമ്പോൾ തന്നെ യൗവനത്തിൻ്റെ എല്ലാ പ്രസരിപ്പോടും ഓടി നടക്കുന്ന കൊച്ചുമകനെ ജീവിതത്തിൻ്റെ പാതി വഴിയിലിട്ട് ബലമായി പിടിച്ചെടുത്തു കൊണ്ടുപോകുന്നു. മരണം കാത്തു കഴിയുന്നവരെ മറക്കുകയും ജീവിക്കുവാൻ കൊതിക്കുന്നവരെ വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന മരണത്തെ കോമാളി എന്ന് MD വിളിച്ചതിൽ തെറ്റില്ല. കോമാളികൾ സാധാരണ ചിരിപ്പിക്കാറാണുള്ളത്. പക്ഷേ ഈ കോമാളി കരയിപ്പിക്കുന്നവനാണെന്ന് മാത്രം. മരണത്തെ ഒരു മായാക്കാഴ്ചയായിട്ടും പ്രതിഭാസമായിട്ടും കാണുന്നവരുണ്ട്. എന്നാൽ മരണത്തെ അവസാന ശത്രു എന്നാണ് ബൈബിൾ വിളിച്ചത്. ഹേ മരണമേ എന്ന് കൊരിന്തി ലേഖനത്തിൽ പൗലോസ് വിളിച്ചപ്പോൾ, മരണം പ്രതിഭാസത്തിൻ്റെ തലത്തിൽ നിന്നും ഒരു വ്യക്തി എന്ന തലത്തിലേക്ക് മാറുകയാണ്. അത് വെളിപ്പാട് പുസ്തകമാകുമ്പോൾ മരണത്തെ കുതിരപ്പുറത്തേറിയ വ്യക്തിയായും അവസാനം നരകത്തിൽ നിബന്ധിക്കുന്നവനായും വെളിപ്പെടുത്തിയപ്പോൾ മരണത്തിൻ്റെ വ്യക്തിവത്കരണം, പേഴ്സോണിഫിക്കേഷൻ ഓഫ് ഡെത്ത് പൂർണ്ണമാകുകയാണ്. അപ്പോൾ മരണം ഒരുവനിലെ ജീവശാസ്ത്രപരമായ പ്രക്രിയയുടെ പൂർണ്ണ വിരാമം മാത്രമല്ല, നശീകരിക്കുവാനെത്തുന്ന അദൃശ്യ ശക്തിയുടെ, അതായത് മരണമെന്ന വ്യക്തിയുടെ വിളയാട്ടം കൂടിയാണ്. നമുക്കവനെ വേണമെങ്കിൽ മരണദൂതൻ എന്ന് വിളിക്കാം. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു നേർ പരാമർശമില്ലെങ്കിൽ കൂടി ആത്മീക സംസ്കാരങ്ങളുടെ ഭാഗമായി തീർന്നിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവദാസിമാരും മരണത്തോട് മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നത്. കാരണം മരണം ഒരു പ്രതിഭാസം മാത്രമല്ല, മരണത്തിന് പിന്നിൽ ഒരു വ്യക്തി കൂടിയുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ന്യായമായ 1-2 ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികം. ഒന്നാമതായി, അങ്ങനെ മരണത്തെ ശാസിച്ചകറ്റാൻ കഴിയുമോ? മരണത്തെ ശാസിച്ചകറ്റുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരിക്കാത്ത അവസ്ഥയുണ്ടാകുന്നു എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. മാത്രമല്ല, മരിച്ച ഒരാളെ ഉയർപ്പിക്കുന്ന കാര്യവുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് കാലമാകുന്നതിന് മുൻപേ ഓരോ ദൈവപൈതലിനെയും തകർത്ത് കളയണം എന്നാണ് സാത്താൻ്റെ ആഗ്രഹം. അവൻ അറക്കുവാനും
മുടിക്കുവാനും കൊല്ലുവാനും വരുന്ന ശത്രുവാണ്. ഇല്ലായ്മ ചെയ്യുവാൻ അവൻ കെണിയുമൊരുക്കും. അങ്ങനെ പലപ്പോഴും ശത്രു ഒരുക്കുന്ന പദ്ധതികളെ ദൈവം തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാറുണ്ട്. അങ്ങനെ തകർക്കുവാനും നശിപ്പിക്കുവാനും ജീവനൊടുക്കുവാനും വരുന്ന സാത്താന്യ ശക്തികളെ ശാസിക്കുവാനും തടയുവാനുമുള്ള ആത്മീക അധികാരം, അതായത് മരണത്തെ, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയെ ശാസിക്കുവാനുള്ള അധികാരം ദൈവമക്കൾക്കുണ്ട്. രണ്ടാമത്തെ ഒരു ചോദ്യം, മരിച്ച ഒരു വ്യക്തിയുടെ ജീവൻ മടക്കി കിട്ടുവാൻ പ്രാർത്ഥിക്കാമോ എന്നതാണ്. അതിന് വേദപുസ്തകത്തിൽ അടിസ്ഥാനമുണ്ടോ? തെറ്റിദ്ധാരണകൾക്ക് ഇട നൽകാതെ വളരെ ശ്രദ്ധയോട് പഠിക്കേണ്ട ഒരു വിഷയമാണിത്. മരിച്ച ഒരു വ്യക്തിയുടെ ഉയർപ്പിനായി പ്രാർത്ഥിക്കുവാൻ വചനത്തിൽ അനുവാദമുണ്ട്. പുതിയ നിയമസഭയുടെ ഉപദേശങ്ങൾ ഉറപ്പിക്കുന്നത് യേശു അത് കൽപ്പിച്ചിട്ടുണ്ടോ, ശിഷ്യന്മാർ അത് ചെയ്തിട്ടുണ്ടോ, വചനം എന്തു പറയുന്നു ഇത്യാദി മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ്. ഈ 3 ചോദ്യങ്ങൾക്കും ഈ വിഷയത്തിൽ സകാരാത്മകമായ ഒരു മറുപടിയാണുള്ളത്. യേശു അത് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള കൽപ്പനയും തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്നു. ഈ കൽപ്പന കിട്ടിയ ശിഷ്യന്മാർ പ്രവർത്തികളുടെ പുസ്തകത്തിൽ അത് പ്രാവർത്തികമാക്കി. അതുകൊണ്ട് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് വചനവിരുദ്ധമല്ല. അതുകൊണ്ട് മരിക്കുന്ന എല്ലാവരെയും ഉയർപ്പിക്കുവാൻ ശ്രമിക്കണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നാളെ മുതൽ ഒരു ഡെഡ് ബോഡി കൊണ്ടുതരൂ, ഞാനൊന്ന് ഉയർപ്പിക്കട്ടെ എന്ന് ആരും പറഞ്ഞു കളയരുത്. കാരണം ഒരിക്കൽ മരിക്കുക എന്നത് ദൈവം വച്ചിരിക്കുന്ന പ്രമാണമാണ്. വളരെ അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമേ അത്തരത്തിലുള്ള ഉയർപ്പുകൾ നടന്നിട്ടുള്ളൂ. ഉയർക്കുവാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് എല്ലാവരും ഉയർക്കണമെന്നൊന്നുമില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെയും റെയ്നാർഡ് ബോങ്കയുടെയും പിന്നെ സാധാരണക്കാരായ ചില ദൈവദാസന്മാരുടെയും ശുശ്രൂഷകളിൽ മരിച്ചവർ ഉയർത്തതായി രേഖയുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ടും ഉയർക്കാത്ത സംഭവങ്ങളുമുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. കേരളത്തിൻ്റെ നവീകരണ ചരിത്രത്തിൽ എബ്രഹാം മൽപ്പാനെ മലങ്കരിയുടെ മാർട്ടിൻ ലൂതർ എന്ന് വിളിച്ചുവെങ്കിൽ മലങ്കരിയുടെ ജോൺ വെസ്ലി എന്ന് വിളിക്കുവാൻ കഴിയുന്ന സാധു കൊച്ചുപദേശിയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം. ഉപദേശിയുടെ മകൻ ശാമുവേൽ പുഴയിൽ വീണ് മരിച്ചു. മകൻ ഉയർക്കുമെന്ന വിശ്വാസത്തോട് ഉപദേശി മകനെ ഉയർപ്പിപ്പാനായി പ്രാർത്ഥിച്ചു. എന്നാൽ മകൻ ഉയർത്തില്ല. എന്താ, ഉപദേശിയുടെ വിശ്വാസം കുറഞ്ഞിട്ടാണോ? ഉപദേശിയുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ലയോ? ഇവിടെയാണ് എബ്രായർ 11:35 വാക്യത്തിന് പ്രസക്തിയുണ്ടാകുന്നത്. അവിടെ വിശ്വാസത്താൽ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മടക്കി കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ മറ്റു ചിലർ അതിലും നല്ല ഒരു പുനരുദ്ധാനത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. ഭൂമിയിൽ കുറച്ചു നാളുകൾ കൂടി ജീവിക്കുവാൻ എഴുന്നേൽപ്പിക്കപ്പെടുന്നതിലും നല്ലതാണ് പുനരുദ്ധാനം എന്ന് അർത്ഥം. ഉപദേശിയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. എന്തായിരുന്നു മറുപടി? ഇല്ല എന്ന മറുപടി. തരില്ല എന്ന് ദൈവം പറയുന്നതും മറുപടിയാണ്. അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ അടുത്തിരുന്ന് ഉപദേശി പാടി, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ആ വരികൾ ഗത്സമനയിലെ അരുമനാഥൻ്റെ പ്രലാപത്തിൽ നിന്നും കടമെടുത്തതായിരുന്നു. അവിടെ യേശുനാഥൻ പ്രാണവേദനയോട് നിലവിളിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. എബ്രായ ലേഖന കർത്താവ് പറഞ്ഞു, ഭയഭക്തി നിമിത്തം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചെന്ന്. എന്ത് മറുപടിയാണ് ലഭിച്ചത്? പാനപാത്രം നീക്കിയിരിക്കുന്നു എന്നാണോ? അല്ല. പിന്നെയോ ആ പാനപാത്രം കുടിച്ചേ മതിയാക്കിയുള്ളൂ. എന്നാൽ അവനെ ഒരു ദൂതൻ ശക്തീകരിക്കുവാൻ ഇറങ്ങി വന്നു. ഇല്ല എന്ന് മറുപടി തരുമ്പോഴും സ്വർഗം കൃപ കൊണ്ട് ശക്തീകരിക്കുമെന്ന് ചുരുക്കം. അതുകൊണ്ടാണ് ജോനി എറിക്സൺ ടാഡ പണ്ടൊരിക്കൽ പറഞ്ഞത്, എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നു, എൻ്റെ എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി തരുന്നു. അത് ചിലപ്പോൾ ഊവ എന്നും ചിലപ്പോൾ ഇല്ല എന്നും ആയിരിക്കും. ദൈവമക്കളെ, മരണത്തെക്കുറിച്ച് ചില വരികൾ പണ്ട് കുറിച്ചു വെച്ചത് ഒന്ന് ഓർപ്പിച്ചതാണ്. എന്തുകൊണ്ട് ദൈവദാസന്മാർ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ പിശാചിൻ്റെ സാമ്രാജ്യവുമായി നിരന്തരം യുദ്ധത്തിലാണ്. ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എങ്ങനെയാണോ ഒരു VIP-ക്ക് SPGO അല്ലെങ്കിൽ മറ്റ് കാറ്റഗറീസിലുള്ള സുരക്ഷാ സേനയോ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, അതുപോലെ ദൈവമക്കൾ കാവൽക്കാരായിരിക്കുക. ദൈവദാസന്മാർ എപ്പോഴും വിജിലിയൻ്റ് ആയിരിക്കുക, എപ്പോഴും
ശ്രദ്ധയോടുകൂടിയായിരിക്കുക. ചെറിയ നീക്കങ്ങൾ പോലും പ്രാർത്ഥനയിൽ വിവേചിച്ചറിഞ്ഞ് പ്രാർത്ഥനയിൽ മുൻപോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഉണ്ണികൃഷ്ണൻ ബ്രദറിൻ്റെ ദുഃഖത്തിൽ ആസാദി കുടുംബവും പങ്കുചേരുന്നു. കുടുംബാംഗങ്ങളെ സർവ്വകുടുംബാലുവാകുന്ന ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.